Hello everyone, welcome back to Xylem. നാച്ചു സാറാണ്. നിങ്ങളെല്ലാവരും USS പരീക്ഷയ്ക്ക് വേണ്ടി ഗംഭീരമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സാർക്ക് അറിയാം. ഇനി ഒരുപാട് ദിവസങ്ങളൊന്നും പരീക്ഷയ്ക്ക് ബാക്കിയില്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ USS പരീക്ഷയ്ക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈ ചാനലിലുണ്ട്. ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഫ്രേസൽ വെർബ്സ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഫ്രേസൽ വെർബ്സ് ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. സോ ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ കണ്ടു പരിചയമുണ്ട്. സോ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഫ്രേസൽ വെർബ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ USS ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഫ്രേസൽ വെർബ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഈ ചോദ്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. How long would Rahul dash with his computer programs or computer games? Option A, give up, go on, put on, set up. ഇതൊക്കെയാണ് സർ ഫ്രേസൽ വെർബ്സ്. ഇതിൽ ഏത് ഫ്രേസൽ വെർബ് ആണ് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് ചോദ്യം. മറ്റൊരു തവണ USSൽ ചോദിച്ചു, I will dash to you as soon as the result is out. ഗെറ്റ് അപ്പ്, ഗെറ്റ് ഡൗൺ, ഗെറ്റ് അക്രോസ്, ഗെറ്റ് അവേ. ഇതിൽ ചിലപ്പോൾ ഗെറ്റപ്പ് നമുക്ക് പരിചയം ഉണ്ടാവും, ബാക്കി ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. സോ ഇവിടെ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്? ചോദ്യം ഇതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് ഫ്രേസൽ വെർബ് എന്നുള്ളതാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നോക്കൂ, ഞാൻ ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർബ് എടുക്കുന്നു, ഒരു ക്രിയ എടുക്കുന്നു. ആ ക്രിയയുടെ അർത്ഥം ലഭിക്കുക എന്നാണ്. അതിനുശേഷം ഞാൻ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ എടുക്കുന്നു, അതിനർത്ഥം മുകളിൽ എന്നാണ്. ഞാൻ ഈ ഗെറ്റ് എന്ന് പറഞ്ഞ വേർബും അപ്പ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനും കൂടെ ജോയിൻ ചെയ്തിട്ട് ഗെറ്റപ്പ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഫ്രേസ് ഉണ്ടാക്കുന്നു. ഫ്രേസ് അല്ല, ഫ്രേസൽ വേർബ് ഉണ്ടാക്കുന്നു. ആ ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം മുകളിൽ നിന്ന് ലഭിക്കുക എന്നാണോ? ഒരിക്കലും അല്ല. പിന്നെ എന്താണ്? ഗെറ്റപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം ടു വേക്ക് അപ്പ് ഫ്രം ദ ബെഡ് എന്നാണ്, അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക എന്നാണ്. അതിനാണ് നമ്മൾ ഗെറ്റപ്പ് എന്ന് ഉപയോഗിച്ചത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 5ാം ക്ലാസ്സിൽ ഡയറി എഴുതിയ സമയത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്താ, ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. സോ ഗെറ്റപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്തല്ല, ഗെറ്റിൻ്റെയും അപ്പിൻ്റെയും മീനിങ് അല്ല. അതിനൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള മീനിങ് ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഇത്രയും ഫ്രേസൽ വെർബുകൾ ഉണ്ടല്ലോ സാറേ, ഇതിൻ്റെയൊക്കെ മീനിങ് എങ്ങനെയാണ് പഠിച്ചു വെക്കുക? ഒറ്റ ഐഡിയ ഉള്ളൂ, ഫ്രേസൽ വെർബ്സിൻ്റെ മീനിങ് നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കാണാതെ പഠിച്ചു വെക്കണം. അപ്പോൾ പിന്നെ ഇംഗ്ലീഷിലെ മുഴുവൻ ഫ്രേസൽ വെർബും പഠിച്ചാൽ പ്രശ്നം തീരുമോ സാറേ? ഇല്ല, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ അറിയോ? ഇതാണ് സാർ പ്രശ്നം. എന്താണ്? There are more than 5,000 different phrasal verbs used in English. ഇംഗ്ലീഷിൽ 5000-ലധികം ഫ്രേസൽ വെർബ്സ് ഉണ്ട്. സാർ, ഇത് മുഴുവൻ പഠിച്ചിട്ടാ എനിക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എന്താ സാറേ ചെയ്യുക? ഒരു ഐഡിയ ഉണ്ടാ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഫ്രേസൽ വെർബ്സുകൾ നമ്മൾ പഠിച്ചു വെക്കും. അതെങ്ങനെയാണ് സാറേ പഠിച്ചു വെക്കുക? നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 1 58ാമത്തെ പേജിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട് ഫ്രേസൽ വെർബ്സിൻ്റെ. അതിൽ ഒരു 4-5 ഫ്രേസൽ വെർബ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ പഠിക്കും ആദ്യം. അതിൻ്റെ കൂടെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഫ്രേസൽ വെർബ്സ് കൂടെ നമ്മൾ പഠിച്ചു വെക്കും. അതോടുകൂടി ആ ഏരിയ നമുക്ക് സേഫ് ആണ്. അപ്പം നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവാണ്. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് എന്ത് ചെയ്ത് കൊടുക്കണം? ഷെയർ ചെയ്ത് കൊടുക്കണം. സോ റെഡി ആയിട്ടിരിക്കും. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആദ്യത്തെ ഫ്രേസൽ വെർബ് ഗെറ്റ് എവേ ആണ്. എന്താണ് ഗെറ്റ് എവേ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ്? എസ്കേപ്പ് എന്നാണ്, അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സാറ് മലയാളം മീനിങ് കൂടെ അവിടെ കൊടുത്തത്. ഫോർ എക്സാമ്പിൾ, ദ സെക്യൂരിറ്റി സൗണ്ടഡ് ദ അലാം. സെക്യൂരിറ്റി എന്ത് ചെയ്തു? അലാം സൗണ്ട് ചെയ്തു. ആൻഡ് ദ റോബേഴ്സ് വർ നോട്ട് ഏബിൾ ടു, കവർച്ചക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? നോട്ട് ഏബിൾ ടു ഗെറ്റ് അവേ ഫ്രം ദ പ്ലേസ്. അല്ലേ, ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഫ്രേസൽ വെർബ് എന്താണ്? ഗെറ്റ് അവേ ആണ്. അവർക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? രക്ഷപ്പെടാൻ പറ്റിയില്ല. ഓർമ്മിച്ച് വെക്കുക, ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്കേപ്പ് എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബ് ഗെറ്റ് എലോങ് ആണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് ഗെറ്റ് എലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹാവ് എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്, അല്ലെ, സൗഹൃദപരമായ ഒരു ബന്ധം ഉണ്ടാക്കുക അല്ലെങ്കിൽ പുലർത്തുക എന്നാണ് ഗെറ്റ് എലോങ്ങിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഗുഡ് ഫ്രണ്ട്സ്, നല്ല സുഹൃത്തുക്കൾ, ഡാഷ് വിത്ത് ഈച്ച് അതർ ക്വയറ്റ് വെൽ. നല്ല സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി എന്ത് ചെയ്യും? ഗെറ്റ് എലോങ് ചെയ്യും, സൗഹൃദപരമായ ബന്ധം പുലർത്തും. സോ ഗെറ്റ് എലോങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസൽ വെർബാണ്. അടുത്ത ഫ്രേസൽ വെർബ് ഗെറ്റ് എക്രോസ് ആണ്. എന്താണ് ഗെറ്റ് എക്രോസ് എന്ന് പറഞ്ഞാൽ? ഗെറ്റ് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. ഒരു
കാര്യം ആശയവിനിമയം നടത്തുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, ആസ് സൂൺ ആസ് ഐ നോ ദ റിസൾട്ട്സ്, ഞാൻ റിസൾട്ട് അറിഞ്ഞ ഉടനെ ഐ വിൽ ഡാഷ് ടു യു, ഞാൻ ആ കാര്യം നിന്നോട് എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഗെറ്റ് അക്രോസ് ചെയ്യും. ഗെറ്റ് അക്രോസ് പോലെയുള്ള, ഗെറ്റ് അക്രോസിൻ്റെ സമാനമായ മീനിങ് ഉള്ള മറ്റൊരു ഫ്രേസൽ വേർബ് ഉണ്ട്. ആ ഫ്രേസൽ വേർബും എൻഡ് ചെയ്യുന്നത് എക്രോസിലാണ്. ഫ്രേസൽ വേർബ് ഇതാണ്, പുട്ട് എക്രോസ്. അപ്പോൾ ഇതൊന്ന് ഒരുമിച്ച് പഠിച്ചു വെക്കുക. ഗെറ്റ് അക്രോസും പുട്ട് എക്രോസും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഫ്രേസൽ വേർബ് ഗെറ്റ് ഓവർ ആണ്. എന്താണ് ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ? റിക്കവർ ഫ്രം ആൻ എയിൽമെൻറ്റ്, ഒരു അസുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യുക, സുഖം പ്രാപിക്കുക എന്നാണ് ഗെറ്റ് ഓവറിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, യു വിൽ ഡാഷ് ദ ഇൽനെസ് മോർ ക്വിക്ക്ലി ഇഫ് യു റിലാക്സ്. നീ നന്നായിട്ട് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ നീ അസുഖത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഗെറ്റ് ഓവർ ചെയ്യും എന്ന് പറഞ്ഞാൽ സുഖം പ്രാപിക്കും, തരണം ചെയ്യുമെന്നാണ്. അഞ്ചാമത്തെ ഫ്രേസൽ വേർബ് പുട്ട് ഓൺ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഫ്രേസൽ വേർബാണ് പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് വളരെ സിമ്പിൾ ആണ്. ടു വെയർ എന്നാണ്, അല്ലെങ്കിൽ ധരിക്കുക എന്നാണ്. ടു വെയർ എന്നാണ്, അല്ലെങ്കിൽ ധരിക്കുക എന്നാണ്. എക്സാമ്പിൾ, ഷീ പുട്ട് ഓൺ ഹെർ കോട്ട് ആൻഡ് വെൻറ്റ് ഔട്ട്. അവളുടെ കോട്ട് ധരിച്ചു, പുട്ട് ഓൺ ചെയ്തു, ആൻഡ് വെൻറ്റ് ഔട്ട്, എന്നിട്ട് എന്ത് ചെയ്തു? പുറത്തേക്ക് പോയി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മലയാളം മീനിങ്ങും എക്സാമ്പിളും കൊടുക്കുന്നത്. അടുത്ത ഫ്രേസൽ വേർബ് പുട്ട് ഓഫ് ആണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വസ്ത്രം അഴിക്കുക എന്നാണോ? അല്ല സർ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ മാറ്റിവെക്കുക എന്നാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്പോൺ എന്നാണ്, അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്നാണ്. എക്സാമ്പിൾ, ദ മാച്ച് ഹാസ് ബീൻ പുട്ട് ഓഫ്. ഈ കളി മാച്ച് എന്ത് ചെയ്യപ്പെട്ടു? മാറ്റിവെക്കപ്പെട്ടു. ഡ്യൂ ടു ബാഡ് വെതർ, മോശം കാലാവസ്ഥ മൂലം കളി മാറ്റിവെക്കപ്പെട്ടു, വേറൊരു സമയത്തേക്ക് മാറ്റിവെച്ചു. അതാണ് എന്ത്? പോസ്റ്റ്പോൺ. അർത്ഥമുള്ള ഫ്രേസൽ വേർബ് ഏതാണ്? പുട്ട് ഓഫ് ആണ്. അടുത്ത ഫ്രേസൽ വേർബ് പുട്ട് എക്രോസ് ആണ്. നേരത്തെ സാറ് ഗെറ്റ് എക്രോസ് പറഞ്ഞപ്പോൾ എന്താണ് പുട്ട് എക്രോസ് എന്ന് പറഞ്ഞതാണ്. എന്താണ് പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ? ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. പഠിച്ചു വെക്കണം. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. എക്സാമ്പിൾ, ഷീ കുഡ് നോട്ട് പുട്ട് എക്രോസ് ഹർ ഐഡിയാസ്. അവൾക്ക് അവളുടെ ഐഡിയാസ്, ആശയങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിയില്ല? പുട്ട് എക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ഫ്രേസൽ വേർബ് പുട്ട് അപ്പ് വിത്ത്. എന്താ സാർ പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് വന്നിട്ട് പറയുന്ന ഒരു ക്ലാസിക് ഡയലോഗ് ഉണ്ട്. എന്താണ്? എനിക്ക് ഈ ക്ലാസ്സിന് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഈ ക്ലാസ്സിന് സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയോ മക്കൾക്ക്? ഐ കനോട്ട് പുട്ട് അപ്പ് വിത്ത് ദിസ് ക്ലാസ് എനി ലോങ്ങർ. സോ പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടോളറേറ്റ് എന്നാണ്, അല്ലെങ്കിൽ സഹിക്കുക എന്നാണ്. സോ എക്സാമ്പിൾ, ഐ കാൺ പുട്ട് അപ്പ് വിത്ത് ദിസ് ഹെഡേക്ക്. എനിക്ക് തലവേദന എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. ദെൻ ഒൻപതാമത്തെ ഫ്രേസൽ വേർബ് ലുക്ക് ആഫ്റ്റർ ആണ്. എന്താ സാർ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ? ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ടേക്ക് കെയർ ഓഫ് എന്നാണ്, അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നാണ്. എന്താണ്? ടു ടേക്ക് കെയർ ഓഫ്, അല്ലെങ്കിൽ സംരക്ഷിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ലുക്ക് ആഫ്റ്റർ ദ ഗാർഡൻ ഇൻ ദ വെക്കേഷൻ. വെക്കേഷൻ്റെ സമയത്ത് ഞാൻ ഗാർഡൻ എന്ത് ചെയ്യും? പരിപാലിക്കും, സംരക്ഷിക്കും എന്നാണ്. ഓക്കെ. അടുത്ത ഫ്രേസൽ വേർബ് ലുക്ക് ഫോർവേഡ് ആണ്. സർ, ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ്, ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് എന്നാണ്. പക്ഷേ ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നോക്കുക എന്നല്ല, നേരെ മറിച്ച് എന്താണ്? പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നാണ്. എന്താണ്? ടു വെയിറ്റ് എന്നാണ്, അല്ലെങ്കിൽ എക്സ്പെക്റ്റ്, പ്രതീക്ഷിക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, വി ലുക്ക് ഫോർവേഡ് ടു വാച്ച് ദ ന്യൂ മൂവി. ഞങ്ങൾ പുതിയ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലുക്ക് ഫോർവേഡ് മീനിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഫ്രേസൽ വേർബ് ലുക്ക് ഇൻ ടു ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഗസ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രേസൽ വേർബാണ് ലുക്ക് ഇൻ ടു. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എക്സാമിൻ എന്നാണ്, അല്ലെങ്കിൽ പരിശോധിക്കുക എന്നാണ്. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എക്സാമിൻ എന്നാണ്, അല്ലെങ്കിൽ പരിശോധിക്കുക. ഫോർ എക്സാമ്പിൾ, ദ ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് എ കമ്മിറ്റി. ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു, അപ്പോയിൻറ്റ് ചെയ്തു. എന്തിനാ? ടു ലുക്ക് ഇൻ ടു ദ പ്രോബ്ലം. ഈ പ്രോബ്ലം പരിശോധിക്കാൻ വേണ്ടി. ടു ലുക്ക് ഇൻ ടു ദ പ്രോബ്ലം. ആൻഡ് അടുത്ത ഫ്രേസൽ വേർബ് ഏതാണ്? സെറ്റ് ഓഫ് ആണ്. നോക്കൂ, സെറ്റ് ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ഐ തിങ്ക് യു ഓൾറെഡി ഹാവ് ഗസ്ഡ്. ടു സ്റ്റാർട്ട് എ ജേണി എന്നാണ്. എന്താണ്? ടു സ്റ്റാർട്ട് എ ജേണി, അല്ലെങ്കിൽ ടു ബിഗിൻ എ ജേണി എന്നൊക്കെയാണ് സെറ്റ് ഓഫിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, സെറ്റ് ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ അതേ മീനിങ് ഉള്ള മറ്റൊരു ഫ്രേസൽ വേർബ് ഉണ്ട്. അത് സെറ്റ് ഔട്ടാണ്. ഏതാണ്? സെറ്റ് ഔട്ടാണ്. സെറ്റ് ഓഫിൻ്റെയും സെറ്റ് ഔട്ടിൻ്റെയും മീനിങ് എന്താണ്? ടു ബിഗിൻ എ ജേണി, ഒരു യാത്ര ആരംഭിക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഹീ സെറ്റ്സ് ഓഫ് ഫോർ പാരീസ്. അവൻ പാരീസിലേക്ക് യാത്ര പുറപ്പെട്ടു, അല്ലെങ്കിൽ ഹീ സെറ്റ്സ് ഔട്ട് ടു പാരീസ്. അടുത്ത ഫ്രേസൽ വേർബ് കം അക്രോസ് ആണ്.
കം അക്രോസ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു മീറ്റ് ബൈ ചാൻസ് എന്നാണ്. അതായത് യാദൃശ്ചികമായി ആകസ്മികമായി കണ്ടുമുട്ടുക എന്നാണ്, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടുന്നതിനാണ് കം അക്രോസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അർജുൻ കെയിം അക്രോസ് ഹിസ് പ്രൈമറി സ്കൂൾ ടീച്ചർ. അർജുൻ പ്രതീക്ഷിക്കാതെ ആരെ കണ്ടുമുട്ടി? തൻ്റെ പ്രൈമറി സ്കൂൾ ടീച്ചറെ, തന്നെ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ച ടീച്ചറെ കണ്ടുമുട്ടി. മറ്റൊരു എക്സാമ്പിൾ, ഹി കെയിം അക്രോസ് ഹിസ് ഓൾഡ് ഫോട്ടോഗ്രാഫ്. അവൻ എന്തോ തിരഞ്ഞ സമയത്ത് അവൻ്റെ പഴയ ഫോട്ടോഗ്രാഫ് കണ്ടു, അല്ലേ? സോ ഇവിടെ കെയിം അക്രോസ് എന്ന് കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. കം അക്രോസിൻ്റെ V2 ആണ് എന്ത്? കെയിം അക്രോസ്. കാരണം കമ്മ് V1 ആണ്, അതിൻ്റെ V2 എന്താണ്? കെയിം ആണ്. അപ്പോൾ കം അക്രോസിൻ്റെ V2 എന്താണ്? കെയിം അക്രോസ് ആണ്. സിമ്പിളായിട്ട് എടുത്താൽ മതി. ഓക്കെ. 14ാമത്തെ ഫ്രേസൽ വെർബ് ടേൺ അപ്പ് ആണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ടു അപ്പിയർ എന്നാണ്. എന്താണ്? അല്ലെങ്കിൽ ടു അറൈവ് എന്നാണ്, പ്രത്യക്ഷപ്പെടുക എന്നാണ്, അല്ലെങ്കിൽ എത്തിച്ചേരുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, ദിസ് ഓപ്പർച്യൂണിറ്റി ടേൺഡ് അപ്പ് അറ്റ് ജസ്റ്റ് ദ റൈറ്റ് ടൈം ഫോർ മീ. ഈ അവസരം എത്തിച്ചേർന്നത് കൃത്യസമയത്താണ്. ഈ അവസരം, ഓപ്പർച്യൂണിറ്റി എത്തിപ്പെട്ടത് കൃത്യസമയത്താണ്. സോ ടേൺ അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബ്. അടുത്തത് ഗിവ് അപ്പ് ആണ്. എന്താണ് ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ? ഗിവ് അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ടു അക്സെപ്റ്റ് ഡിഫീറ്റ് എന്നാണ്, പരാജയം സമ്മതിക്കുക എന്നാണ്. അല്ലെങ്കിലോ അബാൻഡൻ എന്നാണ്, ഉപേക്ഷിക്കുക എന്നാണ്. നോക്കിക്കോളെ, ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബാൻഡൻ എന്നാണ്, ഉപേക്ഷിക്കുക എന്നാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥം കൂടി ഉണ്ട്. എന്താണ്? അക്സെപ്റ്റ് ഡിഫീറ്റ്, പരാജയം സമ്മതിക്കുക എന്നാണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ്. അവൻ എന്ത് ചെയ്തു? അവൻ സ്മോക്കിംഗ് ഉപേക്ഷിച്ചു, അവൻ പുകവലി ഉപേക്ഷിച്ചു. സോ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തോൽവി സമ്മതിക്കുക എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. ഓക്കെ. അടുത്ത ഫ്രേസൽ വെർബ് മേക്ക് ഔട്ട് ആണ്. സിമ്പിൾ ഫ്രേസൽ വെർബാണ്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്, മനസ്സിലാക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഐ കുഡിൻ മേക്ക് ഔട്ട് ദാറ്റ് ഫോർമുല. ആ സൂത്രവാക്യം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? മനസ്സിലാക്കാൻ പറ്റിയില്ല. അടുത്ത ഫ്രേസൽ വെർബ്, 17ാമത്തെ ഫ്രേസൽ വെർബ് കോൾ ഓൺ ആണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ തൊട്ടടുത്ത ഫ്രേസൽ വെർബ് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. എങ്ങനെയാണ്? കോൾ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ടു വിസിറ്റ് എ പേഴ്സൺ, ഒരാളെ സന്ദർശിക്കുക എന്നാണ്. എക്സാമ്പിൾ, ദ CM ചീഫ് മിനിസ്റ്റർ കോൾഡ് ഓൺ ദ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. അതെന്തുകൊണ്ടാണ് ഞാനിവിടെ കോൾഡ് ഓൺ ഉപയോഗിച്ചത്? പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ്. വ്യക്തിയെ സന്ദർശിക്കുന്നതിന്, ഓനെ സന്ദർശിക്കുന്നതിന് നമ്മൾ കോൾ ഓൺ എന്ന് വിളിക്കും. അടുത്ത ഫ്രേസൽ വെർബ് കോൾ അറ്റ് ആണ്. കോൾ അറ്റ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ടു വിസിറ്റ് എ പ്ലേസ് എന്നാണ്. എന്താണ്? ടു വിസിറ്റ് എ പ്ലേസ്, ഒരു സ്ഥലം സന്ദർശിക്കുക. ഫോർ എക്സാമ്പിൾ, ദ ചീഫ് മിനിസ്റ്റർ കോൾഡ് അറ്റ് ദ ഫ്ലഡ് അഫ്ലിക്റ്റഡ് ഏരിയ. എന്ന് വെച്ചാൽ എന്താ? ഫ്ലഡ് ബാധിത മേഖലയെ, അല്ലെങ്കിൽ ഫ്ലഡ് എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം, അല്ലേ? വെള്ളപ്പൊക്ക ബാധിത മേഖല ആര് സന്ദർശിച്ചു? ചീഫ് മിനിസ്റ്റർ സന്ദർശിച്ചു. ഇവിടെ കോൾ അറ്റ് ഉപയോഗിക്കാനുള്ള കാരണം ഇതൊരു സ്ഥലമായതുകൊണ്ടാണ്. ഇവിടെ കോൾ ഓൺ ഉപയോഗിക്കാനുള്ള കാരണം ഇതൊരു പേഴ്സൺ ആയതുകൊണ്ടാണ്. കൃത്യമായി വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ഓർമ്മിച്ച് വെക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് കൂടെ ഉണ്ട്. നോക്കൂ, കോൾ ഓൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൻ എന്ന് ആലോചിച്ചാൽ മതി. ON എന്ന് പറഞ്ഞാൽ ഓനെ സന്ദർശിക്കുക എന്ന് ആലോചിച്ചാൽ മതി. ഓനെ, ഒരാളെ സന്ദർശിക്കുന്നതിന് നമ്മൾ കോൾ ഓൺ എന്ന് പറയും. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് എ പ്ലേസ് എന്നാണ്. ആൻഡ് that brings us to the second last phrasal verb. ഏതാണ്? കോൾ ഓഫ് ആണ്. കോൾ ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ടു ക്യാൻസൽ എന്നാണ്. എന്താണ്? ടു ക്യാൻസൽ, ഒരു കാര്യം, ഒരു പരിപാടി, ഒരു കാര്യം റദ്ദാക്കുക, ക്യാൻസൽ ചെയ്യുക എന്നാണ്. എക്സാമ്പിൾ, ദ എക്സാംസ് വർ കോൾഡ് ഓഫ് ബിക്കോസ് ഓഫ് ദ കൊറോണ വൈറസ്. നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ? കൊറോണ വൈറസ് കാരണം എക്സാംസ് എന്ത് ചെയ്തു? കോൾ ഓഫ് ചെയ്യപ്പെട്ടു, ക്യാൻസൽ ചെയ്യപ്പെട്ടു. ലാസ്റ്റ് വൺ, ഗോ ഓൺ. എന്താണ് ഗോ ഓൺ എന്ന് പറഞ്ഞാൽ? ഗോ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് കണ്ടിന്യൂ എന്നാണ്, തുടരുക എന്നാണ്. ഗോ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്താണ്? കണ്ടിന്യൂ എന്നാണ്, തുടരുക എന്നാണ്. എക്സാമ്പിൾ, ഹി വെൻറ്റ് ഓൺ വർക്കിംഗ് അൺടിൽ ഞാനൊരു സമയം കൊടുക്കാം, അല്ലേ? ഓക്കെ, 6 o'clock, 6 മണി വരെ അവൻ ജോലി തുടർന്നു, അല്ലേ? അപ്പം കുറേ പേർക്ക് സംശയം ഉണ്ടാകും, സാർ ഇതെന്താണ് സാർ ഈ വെൻറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഗോ ഓണിൻ്റെ പാസ്റ്റ് ആണ്, അല്ലേ? ഗോ ഓൺ എന്ന് പറഞ്ഞാൽ തുടരുക എന്നാണ്, വെൻറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ തുടർന്നു എന്നാണ്. സോ ഗോ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്താണ്? തുടരുക എന്നാണ്, കണ്ടിന്യൂ എന്നാണ്. സോ പീപ്പിൾ, ഐ വോണ്ട് യു ടു ഗോ ഓൺ വിത്ത് യുവർ പ്രിപ്പറേഷൻ, അല്ലേ? നിങ്ങൾ USS പരീക്ഷയ്ക്ക് വേണ്ടി ഗംഭീരമായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ പ്രിപ്പറേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഗോ ഓൺ വിത്ത് ദാറ്റ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇത്തവണ എന്തായാലും USS പരീക്ഷ ക്രാക്ക് ചെയ്യും. ഓക്കെ.
സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. സാർ അത് മുഴുവൻ വായിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് USS പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ പീപ്പിൾ, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.